ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. CITUവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും വായനാമൂല എന്ന സംവിധാനം ഒരുക്കുന്നു. തൊഴിൽ മേഖലയിൽ നേരിടുന്ന സമ്മർദ്ദത്തിൽ നിന്നും അതിജീവിക്കാനും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ മനസ്സിലാക്കാനുമാണ് വായനാമൂല സംഘടിപ്പിക്കുന്നത്. CITU മേഖലാ സെക്രട്ടറി KS ദിലീഷ് സ്വാഗതം ആശംസിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം PV വേണു അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം P കൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു തൊടല് കഴുത്തിലിട്ടിട്ട് പട്ടിയെ എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ തൊഴിലാളി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ആ നിലത്തൂടെ നടന്നു പോയ 4 കാലം നടക്കുകയാണ്. അദ്ദേഹം ഒരു പ്ലേറ്റിനകത്തിട്ടിരിക്കുന്ന നാണയത്തൊട്ട് തൻ്റെ നാവ് കൊണ്ട് നക്കിയെടുക്കുന്ന കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഏറ്റവും ദാരുണമായ, ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഇന്നത്തെ എല്ലാ വാർത്താമാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള പീഡനം പല രൂപത്തിൽ പല രീതിയിലാണ് കടന്നു വരുന്നത്. ഈ നവകാലത്ത് അവർക്ക് ഏറ്റവും അധികം മാനസിക സംഘർഷങ്ങൾ, ഏറ്റവും അധികം സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മാറുന്നു. അത് ഏത് മേഖലയിലാണെങ്കിലും ആ സമ്മർദ്ദം വരികയാണ് ചെയ്യുന്നത്. അവർ നിശ്ചയിച്ച കോട്ട എത്തിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തൊഴിലാളിയുടെ കഴുത്തിനകത്ത് പട്ടിയുടെ കഴുത്തിലിടുന്ന ചങ്ങലയിട്ടുകൊണ്ട് ആ ഹാളിനകത്തൂടെ നടത്തി ഇത്ര ഹീനമായ നിലപാട് എടുക്കുന്നത്. പൊതുസമൂഹവും മനസാക്ഷി അതിനെതിരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിനകത്ത് തൊഴിലാളി സംഘടനകളുടെ ആവശ്യത്തെക്കുറിച്ച്, തൊഴിലാളി സംഘടന ഐക്യത്തെക്കുറിച്ചൊക്കെ ഈ സംഭവം ഒരു വട്ടം കൂടി അടിവരയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് നരേന്ദ്രമോദി കേരളത്തിൽ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യക്കകത്തെ തൊഴിൽ മേഖലയിലെ തൊഴിലവസരങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾ അവർ സമരം നടത്തി നേടിയെടുത്തിരിക്കുന്ന അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നിലയിൽ മുതലാളിമാർക്ക് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണം. അതുണ്ടോ? അതുപോലെ തന്നെ പത്രം. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ ദിലീഷ് പറഞ്ഞു ഇന്ന് നടന്നിട്ടുള്ളൊരു കാര്യം. പലരും അത് വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ വായന അത്യാവശ്യമാണ്. പഴയ കാലങ്ങളുടെ ആളുകൾ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ വായനയിലൂടെ പ്രഗത്ഭരായവരാണ്. എത്രയോ വിശ്വസാഹിത്യകാരന്മാർ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ ഒരു ദിവസം രാവിലെ വളർന്നു വന്നതല്ല. ആ രൂപത്തിൽ അവർ വായനയിലൂടെ വളർന്നു വന്നവരാണ്, പിന്നെ എഴുത്തിലൂടെ വളർന്നു വന്നവരാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കണം. നമുക്കിപ്പോൾ ഇവിടെ ഒരു വർക്കറോ അല്ലെങ്കിൽ പത്രമോ ഏതെങ്കിലും ഒന്ന് വായിച്ച് നമുക്കിവിടെ ഇത് അവസാനിപ്പിക്കാനാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇപ്പോൾ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരിക്കൽ ആലോചിച്ചതാണ്. അന്ന് മഴ ഇതെല്ലാമായിട്ട് മാറി അന്ന് ഉദ്ഘാടകനെത്തിയില്ല. ആ രൂപത്തിലാണ് അത് അവസാനിപ്പിക്കേണ്ടി വന്നത്. ഏതായാലും നമുക്ക് ഇതൊരു തുടർച്ച എന്ന നിലയിൽ ഇന്നിപ്പോൾ ഇങ്ങനെ കൂടി പിരിയാനുള്ളതല്ല. നമ്മൾ സ്ഥിരമായി തൊഴിൽ കേന്ദ്രങ്ങളിൽ, പഴയ കാലങ്ങളിൽ ദിനേശ് ബീഡി കമ്പനികളിൽ പത്രം വായിക്കാൻ ഒരാളുണ്ടാവും. അവരുണ്ടാക്കുന്ന ബീഡിയിൽ ആ പത്രം വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വിഹിതം കൊടുത്തുകൊണ്ടാണ് അവരുടെ തൊഴിലിൻ്റെ കൂലി ഉണ്ടാക്കുന്നത്. ഇന്നതില്ല. ഇപ്പോൾ എത്രയോ ആളുകൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് N രാമകൃഷ്ണൻ ഈ തൊഴിലാളി കേന്ദ്രങ്ങളിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിൻ്റെ എത്രയോ നേതാക്കൾ ആ രൂപത്തിൽ തൊഴിൽ കേന്ദ്രങ്ങളിൽ പത്രം വായിക്കാനും മാസിക വായിക്കാനും അങ്ങനെ പുസ്തകം വായിക്കാനും ആ രൂപത്തിൽ മുമ്പേറുന്ന എത്രയോ ആളുകളുണ്ടായിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്ക് ഈ ഒരു വായനാശീലം നമ്മുടെ മേഖലകളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഈ വായനയിൽ നമ്മളെ കുട്ടികളെ, അതുപോലെ തന്നെ വയസ്സായ ആളെ എല്ലാവരെയും ഈ വായനയിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പുസ്തകം വായിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവണം എന്നാണ് പറയാൻ. CITU സന്ദേശം അതിൻ്റെ മുഖപ്രസംഗമാണ് വായിക്കുന്നത്. സ്കീം തൊഴിലാളികളുടെ ദുരിതത്തിന് ഉത്തരവാദി കേന്ദ്രം. ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ദരിദ്രരാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ സ്വീകരിച്ച മുതലാളിത്ത വികസന നയങ്ങളാണ് ഈ സ്ഥിതി സൃഷ്ടിച്ചത്. കോൺഗ്രസ് ഭരണകാലത്ത് ഗരീബി ഘടാവോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ ജനങ്ങളെ വഞ്ചിച്ചു. നേട്ടങ്ങളുണ്ടാക്കിയത് കുത്തക മുതലാളി വർഗത്തിന് സമ്പന്നർക്കുമാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി മോദി വികസിത ഭാരതം എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല.
ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം എന്നിവ ലഭിക്കാത്തത് തുടങ്ങിയ പ്രശ്നങ്ങൾ ദാരിദ്ര്യ ജനകോടികളെ അലട്ടുന്നു. ഭരണനേട്ടങ്ങൾ കൊയ്യുന്ന കുത്തക മുതലാളി വർഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ സത്യം മറച്ചുവെക്കുകയും കേന്ദ്ര സർക്കാരിന് വലിയ പ്രചാരണം നൽകുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അസംഘടിത പരമ്പരാഗത മേഖലകളിലുള്ളവരാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരും ലക്ഷക്കണക്കിനാണ്. 20 കോടിയിൽ പരം വരുന്ന കർഷക തൊഴിലാളികളുടെ ജീവിത സാഹചര്യം ദയനീയമാണ്. 10 കോടിയിൽ പരം ഇന്ത്യക്കാർ സ്വന്തം ഗ്രാമങ്ങൾ വിട്ട് വിദൂര പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നവരാണ്. ചുരുക്കത്തിൽ ദയനീയവും അപമാനകരവുമായ അവസ്ഥയിലാണ് ഭൂരിപക്ഷം ഇന്ത്യൻ ജനതയും നേരിടുന്നത്. ആഗോള പട്ടിണി സൂചികയിൽ 2024 127 രാജ്യങ്ങളിൽ ഇന്ത്യ 105 സ്ഥാനത്താണ്. ശിശുമരണ നിരക്കിൽ ഇന്ത്യയുടെ സ്ഥാനം 113. പഠനം ഉപേക്ഷിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ ഏറെയാണ്. ദാരിദ്ര്യമാണ് കാരണം. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ രോഗചികിത്സ പോലും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തെ നേരിടുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ മുതിരുന്നില്ല. ഭൂപരിഷ്കരണ നടപടികളിലൂടെ കർഷകനെ കൃഷിഭൂമിയുടെ ഉടമസ്ഥരാക്കിയും ജന്മി നാടുവാഴിത്തം അവസാനിപ്പിച്ചും ജനാധിപത്യ വ്യവസ്ഥ അർത്ഥപൂർണമാക്കാൻ സർക്കാരിന് പദ്ധതിയില്ല. സമ്പത്ത് ഒരുപിടി കുത്തകകളിൽ കേന്ദ്രീകരിക്കുന്ന നയം പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985242 മൊബൈൽ 6238064141.